ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ ഡ്രൈവറും കൂടി വരുണിനെ അമ്പലത്തിൽ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ശ്യാമയ്ക്ക് അശ്വതിയുടെ കോൾ വരുന്നുണ്ട്. അശ്വതി കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അശ്വതി പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ മോള് പഠിക്കുന്നിടത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ. റാഗിങ് പ്രശ്നം എന്തോ ആണ്. മോള് ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അശ്വതി ചേച്ചി പേടിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശ്യാമ ഡ്രൈവറിനോട് പറയുന്നുണ്ട്, ഇയാളെ ഇനി നമ്മൾ എന്താണ് ചെയ്യുക, അത്യാവശ്യമായിട്ട് ഇവിടെ നിന്നും പോകണമെന്ന് പറയുന്നു. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് അമ്പലത്തിന്റെ ആ സൈഡിലോട്ട് ഇരുത്താമെന്ന് പറയുന്നു. ശ്യാമയും ഡ്രൈവറും കൂടി വരുണിനെ അമ്പലത്തിന്റെ ഒരു സൈഡിൽ ഇരുത്തുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. വരുൺ പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് എനിക്ക് ബോധമില്ലായിരുന്നു എന്നൊക്കെ. അതിനുശേഷം കണ്ണു തുറന്നപ്പോൾ വീണ്ടും തന്നെ തേടി ഞാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും എനിക്ക് ബോധം പോയി, ഞാൻ ഇവിടെ വീണ് കിടന്നുറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കടൽ തീരത്തോട്ടൊന്നും വന്നില്ലെന്നൊക്കെ. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, താൻ തന്നെയാണ് വന്നത്, താനാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു. രാധിക ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചതെന്ന്. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, തനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നും എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലെന്നും പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നൊക്കെ. പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണമെന്നൊക്കെ പറയാണ്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, വരുണിനെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്, അവരെ കുറിച്ച് എന്താണ് ചിന്തിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. വരുണിനെ കാണാത്തത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയുമോ? അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ഒരുപാട് സീരിയസ് ആയിട്ടുണ്ട്, വരുണിനെ കാണണമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ അച്ഛനെ പോയി കാണണമെന്ന് പറയുന്നുണ്ട്. കയ്യിലിരിക്കുന്ന പ്രസാദം രാധിക കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് വരുണിന്റെ നെറ്റിയിൽ തൊട്ടപ്പോഴാണ് കണ്ണ് തുറന്നത്, ഇത് അച്ഛനും തൊട്ട് കൊടുക്കാനെന്നൊക്കെ പറയാണ്. വരുൺ പോകാമെന്ന് സമ്മതിച്ച് എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട്. വരുൺ രാധികയോട് നിൽക്കാൻ പറഞ്ഞിട്ട് രാധിക കേൾക്കുന്നില്ല. തൽക്കാലം പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക പോകുന്നു. വരുൺ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് രാധിക മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. വരുൺ പോയതിന് ശേഷം രാധിക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വരുണിന്റെ മനസ്സിൽ ഇനി ഞാൻ ഉണ്ടാകില്ല എന്നൊക്കെ. പ്രിയങ്കയുമായിട്ട് വരുൺ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതേ സമയത്ത് ഹോസ്പിറ്റലിൽ വരുണിന്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതാകുന്നുണ്ട്, പൾസൊക്കെ കുറയുന്നുണ്ട്. ഡോക്ടറും നേഴ്സും ഒക്കെ ഐസിയുലൊക്കെ ഓടിച്ചെല്ലുന്നുണ്ട്. വരുണിന്റെ അമ്മയ്ക്കും ഡ്രൈവറിനും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ആ സമയത്ത് വരുണും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വരുണിനെ കാണുമ്പോൾ വരുണിന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വരുണിനെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ പറയുന്നുണ്ട്, മോൻ അകത്തേക്ക് ചെല്ല, അച്ഛൻ മോനെ കാണാതെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, മോൻ ചെന്ന അച്ഛന്റെ പ്രശ്നമെല്ലാം മാറുമെന്ന് പറയുന്നു. വരുൺ ഐസിയുക്കുള്ളിലേക്ക് ചെല്ലുകയാണ്. വരുണിനെ കാണുമ്പോൾ വരുണിന്റെ അച്ഛന് സന്തോഷമാകുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഈ സമയത്ത് ഇയാളെ ആരാണ് കയറ്റി വിട്ടതെന്നൊക്കെ. അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ഇതെന്റെ മകനാണെന്ന്. വരുൺ അച്ഛന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. വരുൺ ഡോക്ടറിനോട് ചോദിച്ചിട്ട് പ്രസാദം നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട്, വെളിയിൽ ഇരിക്കുന്നവരെ കൂടി വിളിച്ചോളാനെന്ന്. വരുണിന്റെ അമ്മയും ഡ്രൈവറും വരുണിന്റെ അച്ഛനെ കാണുന്നുണ്ട്. വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ. ഡോക്ടറും പറയുന്നുണ്ട്, വരുണിനെ കണ്ടപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നൊക്കെ. വരുണിന്റെ അച്ഛനപ്പോൾ പറയുന്നുണ്ട്, ഇവനാണ് എന്റെ മരുന്ന്, ഇവൻ എന്റെ അടുത്തുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു അസുഖമില്ലെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശരത്ത് പ്രിയങ്കയെ കാണാനായിട്ട് വരുന്നുണ്ട്. രാത്രിയിൽ പ്രിയങ്കയും ശരത്തും തനിച്ചു നിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് രാധികയും അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും മറഞ്ഞു നിന്ന് സംസാരിക്കുന്നതൊക്കെ രാധികയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശരത്ത് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്, അവിടെ പിടിച്ചു നിൽക്കുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ് ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട്, പോരേണ്ട സിറ്റുവേഷൻ ആയിപ്പോയി, പക്ഷെ ഞാൻ വെറുതെ അല്ല വന്നേക്കുന്നത്, സ്വർണവും രത്നവും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. സിനിമയുടെ കാര്യത്തിനുള്ള പൈസയെല്ലാം അത് വിറ്റിട്ട് നമുക്ക് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ശരത്ത് അപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അതൊക്കെ ഇപ്പൊ തരാനെന്ന്. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഇവിടെ കുറച്ച് പ്രശ്നമുണ്ടെന്നൊക്കെ. എന്റെ കാര്യം ഉറപ്പായിട്ട് ഞാൻ സാധിച്ചിരിക്കും, അതിന് ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല എന്നൊക്കെ പ്രിയങ്ക പറയുകയാണ്. പ്രിയങ്ക പറയുന്നതെല്ലാം കേട്ടിട്ട് രാധിക ഞെട്ടിപ്പോകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.